താമരശ്ശേരി ചുരത്തിലൂടെ മൊബൈൽ ഫോണിൽ സംസാരിച്ച് ബസ് ഓടിച്ച KSRTC ഡ്രൈവർക്കെതിരെ നടപടി. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും. നാളെ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപാകെ ഹാജരാകാൻ ഡ്രൈവർക്ക് നിർദ്ദേശം നൽകി. അഭിജിത്ത് മുഴക്കുന്നിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിജിത്ത്, കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ട ദൃശ്യങ്ങൾ കൂടിയാണല്ലോ. ഇക്കാര്യത്തിൽ ഇപ്പോൾ എന്ത് നടപടിയിലേക്ക് കിടക്കുന്നു മോട്ടോർ വാഹന വകുപ്പ്? അഭിജിത്ത്. ഉന്മേഷ്, കടുത്ത നടപടിയിലേക്ക് കടക്കാൻ തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ഈ ഡ്രൈവറോട് നാളെ എൻഫോഴ്സ്മെന്റ് RTOയ്ക്ക് മുൻപാകെ ഹാജരാകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഹാജരായതിനെ തുടർന്ന് ഇയാളുടെ വിശദീകരണം കൂടി തേടിയ ശേഷമാകും നടപടിയിലേക്ക് കടക്കുക. ഏതായാലും ഇദ്ദേഹത്തിന്റെ ലൈസൻസ് റദ്ദാക്കും എന്നുള്ളൊരു കാര്യം അത് RTO വ്യക്തമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് താമരശ്ശേരി ചുരത്തിലൂടെ അപകടകരമായ രീതിയിൽ ഈ ഡ്രൈവർ KSRTC ബസ് ഓടിച്ചത്. പലപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു മേഖലയാണ് താമരശ്ശേരി ചുരം. ഹെയർപിൻ വളവുകളുണ്ട്. മറ്റൊരു കാര്യം, ഇന്നലെ ശനിയാഴ്ചയായിരുന്നു. വാഹനത്തിരക്ക് വളരെയധികമുള്ളൊരു സമയം കൂടിയാണ്. ഈ ഘട്ടത്തിലാണ് കൽപ്പറ്റയിൽ നിന്ന് കോഴിക്കോടേക്കുള്ള ബസ്സിൽ ഇയാൾ നിർത്താതെ മൊബൈൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. ഡ്രൈവറോട് പലതവണ യാത്രക്കാർ മൊബൈൽ കട്ട് ചെയ്ത് വാഹനം ഓടിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതൊന്നും കൂട്ടാക്കാതെയായിരുന്നു ഇയാളുടെ യാത്ര. ഇയാൾ ഇത് കോഴിക്കോട് എത്തുന്നതുവരെ ഇയാളുടെ ഈ മൊബൈലിലൂടെയുള്ള സംസാരം ഡ്രൈവിങ്ങിനിടെ തുടർന്നു എന്നാണ് യാത്രക്കാർ പറയുന്നത്. യാത്രക്കാർ ഇതിന് പിന്നാലെ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും അത് താമരശ്ശേരി പോലീസിന് കൈമാറുകയും ചെയ്തിരുന്നു. പിന്നീട് പോലീസും ഈ ദൃശ്യങ്ങൾ RTOയ്ക്ക് കൈമാറി. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു നടപടി വരുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനാണ് ഇപ്പോൾ RTOയുടെ തീരുമാനം. അഭിജിത്ത് മുഴക്കുന്നാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.